പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറ് വെച്ചിട്ട് തലേദിവസത്തെ ചോറോ രാവിലത്തെ ചോറോ ഒക്കെ വെച്ചിട്ട് വൈകുന്നേരത്തിന് കഴിക്കാൻ പറ്റിയ ഒരു വട അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് അതുപോലെ ഒരു ഗ്ലാസ്സിൽ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ, അത് 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ കേട്ടോ. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ലേശം തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇതാണ് ലേശം കുരുമുളക്. വേണമെങ്കിൽ ചതച്ചിടാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ഇട്ടിടുന്നത്. അപ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉഴുന്ന് വടയൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഉണ്ടാവും കേട്ടോ കുരുമുളക്. ഇങ്ങനെ ഇത് ഉഴുന്ന് വട കടിക്കുമ്പോൾ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. വെള്ളം പോരങ്ങി ഇത്തിരിയോളം ഒഴിച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, അത് നല്ലത്. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മിക്സാക്കി കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചതിന് ശേഷം വട ഉണ്ടാക്കാം. ഇത് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 15 മിനിറ്റോളം. ഇനി ഇത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ചെയ്യണം. അപ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ എടുക്കാം. ഉണ്ടാക്കട്ടോ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. വലുതായിട്ടാ, അടുത്തത് ചെറുതാക്കാം. വരിഞ്ഞേരത്തെ. അപ്പോൾ അതാ ആയിട്ടുണ്ട് കേട്ടോ. അതെടുക്കാം. ഇത്തിരി വണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ശരിയാക്കാം വേണം. കുറച്ചുകൂടി നേരം ഇരുന്നാൽ അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുതിർന്ന് കിട്ടിയാണ് കേട്ടോ. ഇതാണ് ശരിക്കും വേണം. മറ്റേത് കറക്റ്റാണ്ടായിട്ട്. ഇതിന് മൊരിഞ്ഞിട്ട് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതാ വട ഇവിടെ അടിപൊളിയായിട്ട് ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ വട. ഉഴുന്ന് വടയേക്കാളും അടിപൊളി വട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ 4 മണിക്കൊക്കെ വിശപ്പ് ഒക്കെ തോന്നുമല്ലോ. അപ്പോൾ ചോറും ബാക്കിയുള്ള ചോറൊന്നും കളയാതെ ഇതുപോലെ ഉണ്ടാക്കുക. അടിപൊളി കേട്ടോ. ഒരെണ്ണം എടുത്തിട്ട് പോയിട്ട് അപ്പോഴേക്കും ബാക്കി ഞാൻ എനിക്ക് കാണിച്ചതാണ്. ആദ്യം ഉണ്ടാക്കിയത് ഇത്ര ഭംഗി ഉണ്ടായില്ല. ഇതാണ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ കയ്യിൽ വെച്ചുണ്ടാക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി കഴിക്കാൻ വേണം, ഇപ്പോഴറിയില്ല. പിന്നെ നമുക്ക് ഇനി ഉഴുന്നിൻ്റെ ആവശ്യമില്ല. ഇതുപോലൊക്കെ വട ഉണ്ടാക്കി കഴിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.